സർ, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് എനിക്കെതിരെ ബിജു രാധാകൃഷ്ണന്റെ പേരിൽ ശ്രീ പി ജയരാജനിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സർ, ഈ ആരോപണത്തിൽ 1% കഴമ്പുണ്ടെങ്കിൽ ഈ സ്ഥാനത്തിരിക്കാൻ ഞാൻ അർഹനല്ലെന്ന് മാത്രമല്ല, പൊതുപ്രവർത്തന രംഗത്ത് പോലും നിൽക്കാൻ അർഹനല്ല. ഞാനത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, സോളാർ പ്രശ്നം വന്നപ്പോൾ ഒരു തുറന്ന മനസ്സോടുകൂടിയാണ് ഞാനും ഈ ഗവൺമെന്റും എല്ലാം പ്രവർത്തിച്ചത്. ഞാൻ ഒരു കാര്യം അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു. അത് നിങ്ങൾ സമരവും ഒക്കെ ആയി വന്നപ്പം ജുഡീഷ്യൽ അന്വേഷണത്തിന് തീരുമാനമെടുത്തു. ജുഡീഷ്യൽ അന്വേഷണത്തിന് സിറ്റിംഗ് ജഡ്ജിയെ കിട്ടുമെന്ന് അന്വേഷിച്ചു. 2 പ്രാവശ്യം കത്തെഴുതി. അവസാനം അവരുടെ ഹൈക്കോടതിയിലെ ഫുൾ കോർട്ട് മീറ്റിംഗ് കൂടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ആ അവസരത്തിലാണ് ശ്രീ ജസ്റ്റിസ് ശിവരാജനെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. സാറ്, ടേംസ് ഓഫ് റെഫറൻസിനെ കുറിച്ച് നിങ്ങളോട് അഭിപ്രായം ചോദിച്ചു. നിങ്ങൾ എഴുതി തന്നു. ഞങ്ങളത് കൺസിഡർ ചെയ്തു. അത് അതേപടി അംഗീകരിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഓഫീസും എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുക. നിങ്ങൾ ഈ നിയമസഭയിൽ പറഞ്ഞ പല ആക്ഷേപങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കോറിഡോറിൽ നടന്നു എന്നാണ്. ഞാൻ ലിഫ്റ്റിൽ വെച്ച് ആരാൻ്റെ കണ്ടെന്നാണ്, പുറത്ത് കാറിലിരുന്ന് സംസാരിച്ചെന്നാണ്. അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് വന്നാൽ ഓഫീസ് വരത്തില്ലെന്ന് പറഞ്ഞാലോ? സാർ, അതുകൊണ്ട് ഇന്ന് വരെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിനും വെച്ചിട്ടില്ലാത്ത വിധത്തിൽ സോളാറുമായി ആരോപണവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ വന്ന എല്ലാ ആക്ഷേപങ്ങളും, മാധ്യമങ്ങളിൽ വന്ന എല്ലാ ആക്ഷേപങ്ങളും, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടേംസ് ഓഫ് റെഫറൻസാണ്. ജയരാജൻ എടുത്ത് വായിച്ചു നോക്കണം. ഇത്ര വിപുലമായ ഏതെങ്കിലും ഒരു ടേംസ് ഓഫ് റെഫറൻസ് ഏതെങ്കിലും ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നോ എന്നും ചോദിക്കണം. സാറ്, എന്നിട്ടും നിങ്ങൾ പിന്മാറി എന്ന് പറഞ്ഞ കാരണം എന്താ? CM മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും എന്ന പദപ്രയോഗം ചേർത്തില്ല എന്നാണ്. ഞാൻ അന്നേ പറഞ്ഞു ഇതെല്ലാം വരും. അപ്പം കോടതിയെ കൊണ്ട് ഈ കമ്മീഷന് മുമ്പാകെ ഒരാളൊരു പരാതി കൊടുത്തു. പിന്നീട് കമ്മീഷനാണ് ഈ തീരുമാനമെടുത്തെന്ന് പറഞ്ഞത്. അങ്ങ് അത് തെറ്റാണ്. കമ്മീഷൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും വരുമോ? കമ്മീഷൻ പറഞ്ഞു വരൂ. നിയമസഭയിൽ എന്തൊക്കെ പറഞ്ഞോ, പുറത്തെന്തൊക്കെ പറഞ്ഞോ, അതെല്ലാം വരും എന്ന് പറഞ്ഞു. സർ, CCTVയുടെ കാര്യം ശ്രീ ജയരാജ് പറഞ്ഞു. ജയരാജ്, നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് സ്ഥാപിച്ചത്. ഡോക്ടർ തോമസ് ഐസക്ക് ഇവിടെ ധനകാര്യമന്ത്രിയായിരുന്ന കാലത്താണ് അത് സ്ഥാപിച്ചത്. സ്ഥാപിക്കുമ്പോൾ തന്നെ 14 ദിവസത്തെ ദൃശ്യങ്ങളെ അവിടെ കിട്ടൂ. അത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്ത് പോകും. ഞാനാണോ അതിന് ഉത്തരവാദി? നിങ്ങളുടെ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. എന്നിട്ടും ആ CCTV പിടിച്ചെടുക്കണം എന്ന് നിങ്ങളുടെ ഒരു നേതാവ് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം ആ നേതാവിന് കത്തയച്ചു. ഇതാണ് സ്ഥിതി. ഇനി അങ്ങ് ഒരു ടെക്നിക്കൽ മെമ്പറെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്താൽ ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയും അങ്ങയുടെ പ്രതിനിധിയും കൂടി ഇത് പരിശോധിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ആ കത്തിന് പിന്നെ മറുപടി കിട്ടിയിട്ടില്ല. സാറ്, ഇന്ന് ശ്രീ ബിജു രാധാകൃഷ്ണൻ ഒരു വെളിപ്പെടുത്തൽ നടത്തി. സാറ്, ഇതിനു മുമ്പ് ഒന്നും പറയാത്ത കാര്യങ്ങളാണ്. നിരവധി കോടതികളിൽ, ഇപ്പം ആഭ്യന്തരമന്ത്രിയുടെ പറഞ്ഞു, കൊലക്കേസ് ഉൾപ്പെടെ 60ഓളം കേസുകൾ, എൻ്റെ കണക്ക് സൂക്ഷ്മമായിട്ട് 58 കേസെന്നാണ് എനിക്ക് കിട്ടിയ വരും. ഇതിനു വേണ്ടി
കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 100 കണക്കിന് കോടതികളിൽ നിരവധി പ്രാവശ്യം ഹാജരാക്കി. അന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. പത്രക്കാരോട് ഇദ്ദേഹം പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്, അന്ന് പറഞ്ഞിട്ടില്ല. നിരവധി സന്ദർശകർ ജയിലിൽ പോയി കണ്ടിട്ടുണ്ട്, അവരോട് പറഞ്ഞിട്ടില്ല. പക്ഷേ 28/6/14 ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനിൽ ബിജു രാധാകൃഷ്ണനെ ആദ്യമായിട്ട് ഹാജരാക്കുന്നത്. അന്ന് അദ്ദേഹം ഒരു സൂചന കൊടുത്തു, എനിക്ക് ചില തെളിവുകളൊക്കെ ഹാജരാക്കാനുണ്ട്, ഞാനത് ഉടനെ ഹാജരാക്കുന്നതാണ്. അതൊരു ക്ലൂ ആയിരുന്നു. ആരെങ്കിലും പുള്ളിയെ സമീപിക്കുന്നെങ്കിൽ സമീപിക്കണം, പുള്ളിയുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്. ഏതായാലും അങ്ങനെ അതൊന്ന് പറഞ്ഞു. സാറ് പിന്നീട് ഇദ്ദേഹത്തെ ഹാജരാക്കുന്നത് 17, 11, 15 അത് മൊഴിയെടുക്കാൻ വേണ്ടി. അന്ന് കൊണ്ടുവരുമ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് വലിയ മാനസിക സംഘർഷമാണ്, അതുകൊണ്ട് ഇന്ന് എനിക്ക് മൊഴി തരാൻ പറ്റില്ല. അതുകൊണ്ട് 23-ാം തീയതി എൻ്റെ ജാമ്യത്തിൻ്റെ കേസ് ഹൈക്കോടതി വരുന്നുണ്ട്, അത് കഴിഞ്ഞൊരു തീയതി നിശ്ചയിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചിലതൊക്കെ വെളിപ്പെടുത്തിയാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ രാജിവെക്കേണ്ടി വരും. കുറച്ചുകൂടി ഒരു ഭീഷണിയുടെ സ്വരത്തിൽ വന്നു, വേഗം വന്നോണം എന്ന്. സാർ 23-ാം തീയതി അദ്ദേഹത്തിൻ്റെ കേസ് ഹൈക്കോടതി എടുത്തു. അത് സംബന്ധിച്ചൊരു വിധി പറഞ്ഞില്ലെങ്കിലും അവിടുന്ന് സൂചനകൾ അദ്ദേഹത്തിന് ഒരിക്കലും ജാമ്യം കിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആ ക്രൂരമായ സംഭവം അത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അന്വേഷിച്ച് അത് കേസ് നടത്തിയതിൻ്റെ ഫലമായിട്ട് അത് വന്നിരിക്കുക. സാർ അദ്ദേഹം ഇപ്പോൾ വീണ്ടും ഹാജരാക്കിയപ്പം അദ്ദേഹം എങ്ങനെയെങ്കിലും അത് വീണ്ടും നീട്ടിവെക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഉടനെ കമ്മീഷൻ ആശുപത്രിയിലേക്ക് അയച്ചപ്പം ഒരു ആരോഗ്യ പ്രശ്നമില്ലെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു. ഏതു വിധേനയും ഇത് നീട്ടാൻ ശ്രമിക്കുക. അദ്ദേഹം കമ്മീഷൻ വളരെ കർക്കശമായി നിലപെടുത്തതിനെ തുടർന്നാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. അദ്ദേഹം അറസ്റ്റ് ചെയ്ത അന്ന് മുതൽ നിരവധി അവസരങ്ങൾ കിട്ടിയിട്ടും ചില സൂചനകളൊക്കെ പറഞ്ഞിട്ടും ഇതുപോലൊരു കാര്യം പറഞ്ഞില്ല. കാരണം ആരെങ്കിലും വന്നെന്നെ രക്ഷപ്പെടുത്തണം എന്നുള്ള സൂചന വെച്ചിട്ടുള്ള ഒരു നടപടിയായിരുന്നു. സാറ് ഈ ബിജു രാധാകൃഷ്ണൻ സാറ് ആരാണ് എന്നുള്ളത്, അദ്ദേഹം നിരവധി കേസുകളെ പ്രതി, സ്വന്തം ഭാര്യയെ കൊന്ന കൊലക്കേസിലാണ് അദ്ദേഹം ശിക്ഷിച്ച് കിടക്കുന്നത്. സാറ് അതിന് പുറമെ സാറ് ഇവിടെ ഒരു കേസിൽ കൂടി അദ്ദേഹത്തെ ശിക്ഷിച്ചു. ആ കേസ് ഞാൻ വിവരം പറയാം. അതിനകത്ത് ആ വിധി വന്നിരിക്കുകയാണ്. ഈ told him that he is an IPS officer of 1996 and his posting was at Nadapuram ASP and now he is on leave. He got PhD in solar energy from London. He is one of the persons who got doctorate in solar energy in India. He also told him that he is the technical advisor of Chief Minister Narendra Modi in Gujarat. ഇത് ജഡ്ജ്മെന്റിനകത്ത് വന്നിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ ആ മൊഴി വന്നിരിക്കുകയാണ്. സാറ് അങ്ങനെയുള്ള ആളാണ്, അങ്ങനെയുള്ള ആള് പറഞ്ഞ മൊഴിയാണ്. സാറ് ഇത് അദ്ദേഹം ആർക്കൊക്കെ എതിരായിട്ട് പറഞ്ഞിരിക്കുന്നത്? സാർ ഈ കൊലക്കേസ് സമർത്ഥമായി അന്വേഷിച്ച DYSPക്കെതിരെ. സാർ ഇത് 498A ആയിരുന്നു കേസ്. നിങ്ങളുടെ 5 കൊല്ലവും 498Aയിലാണ് കിടന്നത്. ഈ ഗവൺമെന്റ് വന്ന് പ്രത്യേക ടീമിനെ വെച്ച് അന്വേഷിച്ച് അങ്ങനെയാണ് ഇത് കൊലക്കേസായി എല്ലാ തെളിവുകളോടുകൂടി കൊലക്കേസായിട്ട് മാറുന്നത്. ആ അന്വേഷിച്ച DYSPക്കെതിരെ രണ്ടാമത് കോടതിയിൽ
ഈ കേസ് ഏറ്റവും സമർത്ഥമായി നടത്തിയ അഡ്വക്കേറ്റ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ചിരുന്നത്. ആ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ചു. ആ പ്രോസിക്യൂട്ടർക്കെതിരെ പ്രതികരണം. സാർ, പിന്നെ ജീവപര്യന്തം ശിക്ഷ നൽകിയ ജഡ്ജിക്കെതിരായിട്ട് പോലും പറയുക. അപ്പം തനിക്ക് ആരോടൊക്കെ എതിർപ്പുണ്ടോ അവരോടൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആ ഒരു സാഹചര്യമാണ്. സാർ, എന്നോടുള്ള എതിർപ്പിന്റെ കാരണം അറിയാമല്ലോ. സാറ്, അദ്ദേഹം 498A കേസിൽ പ്രതിയായി ജാമ്യമെടുത്ത് പിന്നെ സ്വതന്ത്രമായി ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഈ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നതിന്റെ പേരിൽ സ്വാഭാവികമായിട്ടും അതിനുള്ള വിരോധം കാണും. സാറ്, ഈ രാധാകൃഷ്ണനുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് ഇവിടെ പറഞ്ഞു. സാറ്, അന്ന് ബിജു രാധാകൃഷ്ണൻ അല്ല ഇദ്ദേഹം, ഡോക്ടർ ആർ ബി നായർ. സാറ്, അതെ, ഈ നരേന്ദ്രമോദിയുടെ പിന്നെ അഡ്വൈസർ എന്നൊക്കെ പറഞ്ഞത് ആർ ബി നായരായിട്ടാണ്. ഇവിടെ എന്തിന് നമ്മുടെ സിവിൽ അക്കാഡമിയിൽ IAS കോച്ചിങ്ങിന് ചേർന്നു. ഡിഗ്രി പോലും പാസ്സായിട്ടില്ല. ഇവിടുത്തെ അക്കാഡമിയിൽ പോയി സിവിൽ സർവീസ് അക്കാഡമി കയറിയതാണ്. സാറ്, ഞാനൊന്ന് പറഞ്ഞു തീർത്തിട്ട് ഞാൻ എപ്പം വേണേലും വഴങ്ങാം. പിന്നെ സാറ് ശ്രീ MI ഷാനവാസ് MP എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു MD, ഒരു കമ്പനിയുടെ MD ആണ്, അദ്ദേഹത്തിന് കാണാൻ സമയം കൊടുക്കണമെന്ന് പറഞ്ഞു. അതാണ്, അങ്ങനെയാണല്ലോ ഇദ്ദേഹം നടക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാനന്ന് എറണാകുളത്തുണ്ട്, കാണാം എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒരാളുകൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരൂടി ഇരുന്ന് സംസാരിച്ചത് ഒരു രഹസ്യ സ്വഭാവമുള്ള കാര്യമാണ് അദ്ദേഹം സംസാരിച്ചത്. കേട്ടെ, അങ്ങനെ വരട്ടെ. അത് വെളിപ്പെടുത്തണമെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ എന്റെ മാന്യത കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ പ്രതിക്കൂട്ടി നിൽക്കുകയാണല്ലോ. നിങ്ങൾ വീണ്ടും എന്താണെന്ന് ചോദിക്കുന്നുണ്ടല്ലോ. എന്നാലും എന്റെ മാന്യത വെച്ചുകൊണ്ട് ഞാൻ പറയത്തില്ല. പക്ഷേ എനിക്കൊരു ഭാഗ്യമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, അറിയാത്ത ഒരാളുകൂടെ ഇദ്ദേഹത്തിന്റെ കൂടെ കയറി വന്നു. അതാരാന്ന് പോലും എനിക്കറിയത്തില്ല. ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് വിവാദം വന്നപ്പോഴാണ് ഈ ആൾ ആരാന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹം അത് സംബന്ധിച്ച് കമ്മീഷനിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. എന്റെ നാവിൽ നിന്ന് അദ്ദേഹം ഈ BR നായർ പറഞ്ഞു എന്നുള്ളത് വരില്ല. പക്ഷേ അദ്ദേഹം കൊണ്ടുവന്ന ആള് കമ്മീഷനിൽ ഇത് സംബന്ധിച്ച് മൊഴി കൊടുത്തിട്ടുണ്ട്. സാറ്, പിന്നെ ഇവിടെ ഈ സോളാറിന്റെ പ്രശ്നം വന്നപ്പം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഇഷ്യൂ ലെറ്റർ പാഡ്. എന്റെ കത്ത് ഉപയോഗിച്ച് ഇവര് സ്വാധീനം നടത്തി. സാർ, അന്വേഷിച്ചപ്പം ആ ലെറ്റർ പാഡ് ബോഗസായിട്ടുണ്ടാക്കിയതാ. നിങ്ങൾ സമ്മതിച്ചില്ല, എന്നെ വിശ്വസിച്ചില്ല. മറിച്ച് ഇത് കൃത്രിമമായിട്ടുള്ളതല്ല, യഥാർത്ഥത്തിലുള്ളതാണ്. സാർ, പോലീസ് കേസെടുത്തു. സാർ, ആ ലെറ്റർ പാഡ് ഉണ്ടാക്കിയ ആ സ്ഥാപനം റെയ്ഡ് ചെയ്ത് ആളെ അറസ്റ്റ് ചെയ്തു. സാറ്, ബിജു രാധാകൃഷ്ണനെയൊക്കെ പ്രതിയാക്കി കേസ് കൊടുത്തു. ആ കേസ് ശിക്ഷിച്ചു, 6 വർഷത്തേക്ക് ശിക്ഷിച്ചിരിക്കുകയാണ്. സാർ, ആ വിധിയിലാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ആത്മഹത്യത്തെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ. ഞാൻ വേണേ ഒരു കോപ്പി നിങ്ങൾക്ക് കൂടെ തരാം. വേണമെങ്കിൽ വരാം. ആയിക്കോട്ടെ. സാറേ, ഒന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, ഈ കാലഘട്ടം മുഴുവൻ ഈ ബിജു രാധാകൃഷ്ണൻ ഇങ്ങനെ വിലസുകാരുന്നു എല്ലാം. സാറ്, എൻ്റെ ഓഫീസിൽ നിന്നൊരു ലെറ്റർ പാഡ് കിട്ടാൻ പോലും അദ്ദേഹത്തിന് സാധിക്കാതെ വന്നപ്പോഴാണല്ലോ കൃത്രിമം ഉണ്ടാക്കിയത്. അതിന് പോലുള്ള സ്വാധീനം ഇല്ല. പിന്നെ എന്നെ അത്ര അടുപ്പമുള്ള ആളാണെങ്കിൽ ഷാനവാസ് വഴി അപ്പോയിന്റ്മെന്റ് മേടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇതൊക്കെ തന്നെ
തട്ടിപ്പിന്റെ വിശ്വരൂപം വെളിപ്പെടുത്തുകയല്ലേ സാറ്. എന്നോട് അടുപ്പവും വളരെയേറെ സ്വതന്ത്രമായ കാര്യങ്ങൾ ചർച്ചയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഷാനവാസ് വഴി അപ്പോയിന്റ്മെന്റ്? അത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ വന്ന അദ്ദേഹത്തിന്റെ കൂടെയുള്ള ശിവദാസും പറയുന്നുണ്ട്, ഷാനവാസും പറയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് ശിവദാസ് എന്ന് പറഞ്ഞ ആളാണ് മാതൃഭൂമിയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നത്. അതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റിന് പോലും അദ്ദേഹം വേറെ ആളെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കുന്നത്, ഒരു ലെറ്റർ പാഡിന്റെ കോപ്പി പോലും കിട്ടാത്ത സ്ഥിതിയാണ് സാറ്. ഒരു കാര്യം സാറ്, 28/6/14 തൻ്റെ ഈ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഈ കാലഘട്ടം അത്രയും അതൊന്നും കൊണ്ടുവരാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറി. അദ്ദേഹത്തിന് ഇനിയും ചാൻസ് തരത്തില്ല, ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ് എന്ന് കമ്മീഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് സാറ്. ഇതിൻ്റെ സാഹചര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം സാറ്. സ്വന്തം ഭാര്യയെ കൊന്ന കേസിൽ രക്ഷപ്പെട്ടു നടന്ന ആളിനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ആ നിയമത്തിന്റെ ശിക്ഷ വാങ്ങിക്കൊടുത്ത് ജയിലടച്ചു എന്ന അഭിമാനം ഈ ഗവൺമെന്റിനുണ്ട്. അതിന് ഇതുപോലൊരു വില കൊടുക്കേണ്ടി വന്നതിൽ എനിക്കൊരു ദുഃഖവുമില്ല സാർ. ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പരമാവധി ശ്രമിച്ചു നോക്കി സാറ്. അതിൻ്റെ മുമ്പിലും ഞാൻ വഴങ്ങിയില്ല. ഇതൊക്കെ ഞാൻ ഇതിൻ്റെ സാഹചര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഈ പറഞ്ഞ ആരോപണങ്ങളൊന്നും ഞാൻ ഈ വാക്കുകൾ കൊണ്ട് പ്രതിരോധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഒരു വലിയ ഭാഗ്യം വന്നിട്ടുണ്ട്. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ശരി ചെയ്താൽ അംഗീകാരം കിട്ടും, തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും സാറ്. ഇന്നിപ്പോൾ എന്താ ഇവിടെ എനിക്കെതിരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ കാര്യം, ബിജു ഈ രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച. അവിടെ ഒരു ശിവദാസും വന്ന് വെട്ടു. താനെ ആരാന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ ഇപ്പം ഇതോടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇപ്പം ഈ പറഞ്ഞ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഒരു പുതിയ ആരോപണം, ഈ സരിതയെ അറസ്റ്റ് ചെയ്ത ജൂൺ 3 ബിജു രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത ജൂൺ 16 ഇടയ്ക്ക് ഈ ബിജു രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് വന്ന് എന്നെ കണ്ടു. ഇവിടെ അസംബ്ലി കൂടുക, സോളാർ ഇഷ്യൂ ആളി കത്തുക, ആ സമയത്ത് വന്ന് കണ്ടു. അവിടെയും എനിക്കൊരു തെളിവ് കിട്ടുക, അദ്ദേഹത്തിന്റെ ടെലിഫോൺ ടവർ ലൊക്കേഷൻ ആ ദിവസങ്ങളിൽ കേരളത്തിലേ അല്ല, കോയമ്പത്തൂരിൽ നിന്ന് 16 അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതെ, അത് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഇതാ സാറ് ഇതാണ് സാർ. പിന്നത്തെ എൻ്റെ ഏറ്റവും ആശ്വാസകരമായ സംഗതി, അദ്ദേഹം പറഞ്ഞു എനിക്കിതിനെല്ലാം ഇതിനകത്തെല്ലാം തെളിവുണ്ട്, CD ഉണ്ട്, അത് ഞാൻ ഹാജരാക്കും എന്നാണ്. CD ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് സാറേ. സത്യം പുറത്തു വരട്ടെ. പക്ഷേ നിങ്ങളൊന്നും ധരിക്കണം, ഇത് പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ശ്രമിച്ചത്. അതിന് ഞാൻ വഴങ്ങിയില്ല സാറേ. തെളിവ് കൊണ്ടുവന്നാൽ അവിടം കൊണ്ട് നിങ്ങളുടെ പണി വളരെ എളുപ്പത്തിലാവും. അതുകൊണ്ട് ഈ CD
അത് ഈ ബിജു രാധാകൃഷ്ണൻ ഹാജരാക്കുന്നില്ലെങ്കിൽ നിയമപരമായ രീതിയിൽ അത് എടുക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് വ്യക്തമായിട്ടുള്ളത്. സാറ്, വിദ്യാർത്ഥി ജീവിതം മുതൽ ഞാൻ കഴിഞ്ഞ 55 വർഷക്കാലം പൊതുപ്രവർത്തന രംഗത്തുണ്ട്. ഞാൻ ഒന്നും ഒളിച്ചു കഴിയുന്ന ആളല്ല. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതം, എൻ്റെ പൊതുപ്രവർത്തനം ഒരു തുറന്ന പുസ്തകമാണ്. സാറ്, ആ കാര്യങ്ങൾ എല്ലാം ഏത് വിധത്തിൽ പരിശോധിക്കുന്നതിനും ഒരു വിരോധമില്ല. അതുകൊണ്ടാണ് സോളാർ ഇഷ്യൂ വന്നപ്പം യാതൊരുവിധ തടസ്സങ്ങളുമില്ലാത്ത വിധത്തിൽ വിപുലമായ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത്. സാർ, എനിക്ക് നിങ്ങൾ ആരോടും പരിഭവമില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കണം. ശ്രീ ആഭ്യന്തരമന്ത്രിയും പറഞ്ഞ് അവസാനിപ്പിച്ചത് അവിടെയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ യാതൊന്നും ആലോചിക്കാതെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് നമുക്ക് ഗുണകരമാണോ? ഞാൻ വീണ്ടും പറയുന്നു, ഇതുപോലുള്ള ആക്ഷേപത്തിന് ശരിയാണെങ്കിൽ, അതിന്റെ 1% ശരിയാണെങ്കിൽ പൊതുപ്രവർത്തനത്തിൽ നിൽക്കാൻ പോലും അവകാശമില്ല. പക്ഷേ അത് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ, ഒരു വിധത്തിലും സത്യമല്ലെങ്കിൽ അത് ചെയ്യുന്നത് ഒരു വ്യക്തിയോട് മാത്രമല്ല, ഒരു വ്യവസ്ഥിതിയോടാണ്, ഒരു സ്റ്റേറ്റിനോടാണ്. നിങ്ങൾ അത് ആലോചിക്കണം. നിങ്ങൾ എന്നെ അപമാനിച്ചു വിടണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ പോകുമ്പോൾ ഇതുപോലെ എല്ലാവിധത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങിനെയും അതിജീവിച്ചുകൊണ്ട് നീതി നടപ്പിലാക്കിയതിന്റെ പേരിൽ ഇത്ര വലിയ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നേരിട്ട ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലായിരിക്കും ഞാൻ പോകുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അപമാനിതനായിട്ട് എന്നെ വിടാൻ സാധിക്കില്ല. എന്താ ഇത് പറയുന്നത്? എന്റെ മനസ്സാക്ഷിയുടെ ശക്തിയാണ്. എനിക്ക് ഇത് പറയുന്നത് എന്റെ മനസ്സാക്ഷിയുടെ ശക്തിയാണ്. തെറ്റ് ചെയ്തിട്ടില്ല, നീതി ചെയ്തു. ബ്ലാക്ക് മെയിലിങ്ങിന് ശ്രമിച്ചപ്പോൾ അതിനെ തടുത്തു നിർത്തി എന്നുള്ള ശക്തി കൊണ്ടാണ് ഞാൻ പറയുന്നത്. സാർ, ഈ കൂട്ടത്തിൽ പലരുടെയും പേര് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ നിരപരാധികൾ. അതിന്റെ ഒരു തെളിവ് ഞാനാ. എന്താ, ജൂൺ 3-നും 16-നും ഇടയ്ക്ക് എന്നെ കൊണ്ട് CD കാണിച്ചു. അങ്ങനെ അയാൾ ഇവിടെ വന്നിട്ട് പോലുമില്ല, കേരളത്തിലില്ല, കേരളത്തിന് പുറത്തായിരുന്നു. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള നേതാക്കന്മാര്, ജനപ്രതിനിധികള്, മറ്റുള്ളവരൊക്കെ ഒന്നും തന്നെ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള കുറ്റവും ചെയ്തിട്ടില്ല. മറിച്ച് ഒരു കൊലക്കേസിലെ പ്രതി കയ്യും കാലും വിട്ടടിക്കുന്ന എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ മാർഗമുണ്ടോ എന്ന് നോക്കുകയാണ്. ഇവിടെ നീതിയുടെ കരങ്ങൾ ശക്തമാണ്. അങ്ങനെ തെറ്റ് ചെയ്യുന്നവർ ജയിലിനുള്ളിലായിരിക്കും, യാതൊരു സംശയവുമില്ല. സാർ, ഈ ആക്ഷേപങ്ങൾ വളരെ വേദനാജനകമായി പോയി. പക്ഷെ എന്നാലും ഞാൻ ഇതിന്റെ സ്ഥിതി എല്ലാം പരിശോധിക്കുന്ന കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ പരിശോധിക്കട്ടെ. ഞാൻ ഈ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും നിഷേധിക്കുന്നു. നമസ്കാരം.